അവലോസ് പൊടി ഒരു കിടിലൻ ഐറ്റം തന്നെയാണ് അല്ലേ? കഴിഞ്ഞ കൊല്ലം ഞാൻ ഈ അവലോസ് പൊടിയുടെ ഒരു മാസ്മരിക വേർഷൻ കണ്ടുപിടിച്ചു. ഒരു ആക്സിഡന്റൽ ഡിഷ് എന്നൊക്കെ പറയുന്ന പോലെ. അതൊന്ന് ട്രൈ ചെയ്താലോ? വയനാട്ടിലെത്തിയപ്പോൾ അമ്മേനോട് കാര്യം പറഞ്ഞു. ആദ്യം അതിനുള്ള പച്ചരി എടുക്കണം. പിന്നെ അത് കഴുകി വാരിയെടുക്കണം. ഇനി അത് പൊടിക്കണം. അബ്രുവാണ് അതുകൊണ്ട് മില്ലിലേക്ക് പോണേ. അങ്ങനെ അത് പൊടിച്ച് ആശാനെത്തി. പിന്നെ നമ്മൾ തേങ്ങ പൊതിച്ചു. പാര വെച്ച് പൊതിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നല്ല രസമായിരിക്കും. തേങ്ങ പൊട്ടിച്ചിട്ട് അതിന്റെ വെള്ളം കുടിച്ചു. അത് ഇവിടെ ആവശ്യമില്ലല്ലോ. പിന്നെ അത് ഫുള്ള് ചിരകിയെടുത്തു. ഈ അരിപ്പൊടി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചിരകിയ തേങ്ങയും ഫുൾ ഇടണം. എന്നിട്ട് അതിലേക്ക് ജീരകം കഴുകി ക്ലീൻ ആക്കി ഇടണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും നല്ലോണം കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ സെറ്റ് ആവാൻ അവിടെ വെച്ചേക്കുക. ഇനി നമ്മുടെ വീടിന്റെ പുറകിലുള്ള അടുപ്പ് കത്തിക്കലാണ്. നല്ല ഉണക്ക വിറകൊക്കെ വെച്ച് കത്തിച്ച് അതിലേക്ക് അമ്മയുടെ 40 വർഷം പഴക്കമുള്ള ഓട്ടുരുളി വെച്ച്. കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മയുടെ അപ്പൻ അമ്മയ്ക്ക് കൊടുത്തത്. അതങ്ങ് ഇരുന്ന് ചൂടാവുമ്പോൾ നമ്മുടെ സെറ്റാക്കി വെച്ച ഐറ്റം അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇനി കളർ മാറുന്നവരെ ഇളക്കലോടെ ഇളക്കൽ. അമ്മയും ഞാനും ഗ്ലോറിയും മാറി മാറി ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ അബ്രുവിന്റെ ചെറിയ ഹെൽപ്പ്. അങ്ങനെ കളർ മാറി മാറി എൻ്റെ ഫേവറേറ്റ് ഐറ്റം അവലോസ് പൊടി സെറ്റായി. ഇനിയാണ് ട്വിസ്റ്റ്. നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ അവലോസ് പൊടിയിലേക്ക് അല്പം പഞ്ചസാര വിതറി മിക്സ് ചെയ്യുക. ശേഷം നല്ല ഐസ്ക്രീം അതിലേക്ക് ഇടുക. ഞാനിവിടെ യൂസ് ചെയ്തേക്കണേ വെസ്റ്റയുടെ മാംഗോ ഐസ്ക്രീമാണ്. ഒരു സ്പൂൺ അങ്ങോട്ട് എടുത്ത് കഴിച്ചു നോക്കിയേ. ഔഫ്, എന്തൊരു ടേസ്റ്റ് ആണെന്നോ. സ്മൂത്ത് ഐസ്ക്രീമിന്റെ കൂടെ നല്ല ക്രിസ്പി അവലോസ് പൊടി. ഇനി പാലിന്റെ അലർജി ഉള്ളവർക്ക് വെസ്റ്റയുടെ വീഗൻ ഐസ്ക്രീം ഉണ്ട്. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന കൊക്കോപ്പം ഐസ്ക്രീം. ഇതും കിടിലൻ കോമ്പിനേഷൻ ആണ്. വീട്ടിൽ അവലോസ് പൊടി ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിയോ. ഈ വീഡിയോ സേവ് ചെയ്തോ. അവലോസ് പൊടി ഇഷ്ടമുള്ള നിങ്ങളുടെ സിബ്ലിങ്സിനും കൂട്ടുകാർക്കും അയച്ചു കൊടുത്തോ.